ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ ചായ ഉണ്ടാക്കി, ഇങ്ങനെ ചായ കുടിച്ചു, ദോശ ഉണ്ടാക്കി, നല്ല അടിപൊളി നാളികേരം ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. നല്ല ചുട്ടാ ദോശയും നല്ല നാളികേരം ചമ്മന്തിയും പിന്നെ ഒരു ബുൾസയും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. അപ്പം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇതാ ഓഫീസിലേക്ക് ഇന്ന് ലഞ്ച് കൊണ്ടുപോയിട്ടില്ലേ. ചേട്ടൻ ഇന്ന് വേഗം ഓഫീസിൽ പോയി. ഇന്ന് ചേട്ടനാട്ട് ഗേറ്റ് തുറക്കുന്നത്, കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ചേട്ടൻ അപ്പോൾ ക്യാമറ പിടിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ഞാൻ തുറക്കാം. അങ്ങനെ ഇന്ന് ചേട്ടൻ തുറക്കട്ടെ, ഇന്നും ഞാനല്ലേ തുറക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ തുറക്കാണ്. അപ്പോൾ ചേട്ടൻ തുറക്കാൻ പോകുമ്പോൾ ചുറ്റുപാടും അവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ നോക്കിയും കണ്ടൊക്കെ നിന്ന് തുറന്ന് എന്നിട്ടാണ് ആള് ഗേറ്റൊക്കെ തുറക്കുക. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ചേട്ടൻ പോയിട്ടാ. അത് കഴിഞ്ഞതാ എനിക്ക് കുറച്ച് പണിയുണ്ടേ. ഇതാ ഞാനെത്തി. എനിക്കിന്നൊരു പുറത്തേക്കൊന്ന് പോകാനുണ്ട്. അപ്പോൾ പോണതൊക്കെ കാണിക്കാം. ഇതേ എനിക്ക് അപ്പം അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ ഈ ദോശമാവില്ലേ, കുറച്ച് മേക്കപ്പ് കുറച്ചൊന്ന് തേച്ചിട്ടു. അപ്പം തന്നെ കുളിക്കൂട്ടോ. ഞാൻ എന്ന് തലയിൽ എണ്ണ തേച്ച് വെച്ചിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് കഴുകണം. കുറച്ച് നാൾ ഇന്നലെയൊക്കെ പൊടിയൊക്കെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ആക്കിയിട്ട്. നിങ്ങളാണ് കേട്ടോ എൻ്റെ കണ്ണാടി. നിങ്ങളെ ഞാനിപ്പോൾ ഒക്കെ തേച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് കണ്ണാടി സ്ക്രീനിൽ നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഇങ്ങനെ ചെയ്യാം. വെറുതെ ചെയ്താൽ മതി, അധികമൊന്നും ചെയ്യണ്ട കേട്ടോ. അധികം ചെയ്താൽ നമുക്ക് മുഖമൊക്കെ ഒന്ന് എരിയും. സൺസ്ക്രീനൊക്കെ തേക്കുമ്പോൾ നമുക്ക് മുഖം ചെവിയും കൂടി ആയിക്കോട്ടെ. ഇവിടെ ചെവി ഇത്തിരി കാത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കുളിക്കാം. ഇതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ കിച്ചണിൽ കൊണ്ട് വയ്ക്കട്ടെ. ഒന്നും കഴുകാൻ നിൽക്കണില്ല, പോവാനെ. കുളിക്കുമ്പോഴും എണ്ണയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എണ്ണയൊക്കെ തേച്ച് വിശദീകരിച്ചൊക്കെ ഒന്ന് കുളിച്ചിട്ട് വരാം. അത് അപ്പോൾ നമുക്ക് കുളിച്ച് എനിക്കിതില്ലാണ്ട് പറ്റില്ല, കണ്ണട ഇല്ലാണ്ട് പറ്റില്ല. വെയിലത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ടും പറ്റില്ല. അപ്പോൾ എനിക്കിത് രണ്ടും അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ വെക്കുന്നത്. കാരണം എനിക്ക് കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട്. കണ്ണിന് നല്ല പവറുണ്ട്, നല്ല പവറുകാരിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് വരാം. ഒന്ന് കുളിക്കാം, ചുണ്ടിക്കുക, എന്നിട്ട് പോവാ. ഹായ് ഫ്രണ്ട്സ്, അതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി. അതെ എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് പുറത്തേക്കൊക്കെ പോകാനൊക്കെ ഉണ്ട്. മൂക്കിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു കരുത കഴിയും. എനിക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യണം. മേക്കപ്പ് ഒന്നുമില്ല, നമുക്ക് എനിക്ക് മുഖമൊക്കെ വിയർക്കുന്നതാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്, ഡ്രൈ ആയിപ്പോയി. വീണ്ടും ഒന്നുകൂടെ മോയ്സ്ചറൈസർ തേക്കണം. എന്നിട്ട് നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കണ്ണെഴുതി ഫുഡ് കഴിക്കാം. എനിക്ക് കുറെ ഏത് ഡ്രസ്സാണ് ഉണ്ടെന്ന് അറിയില്ല എൻ്റെ, അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ ഏത് ഡ്രസ്സ് ഇട്ട് വേണം പുറത്തേക്ക് പോകാനുള്ളതാണ് ഞാൻ നോക്കണത്. കണ്ണട വെക്കണേ. എനിക്ക് കണ്ണട വെക്കാതെ പറ്റില്ല കേട്ടോ. ഞാൻ കണ്ണട വെച്ചേ എനിക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതങ്ങ് ഇട്ടാലോ എന്നാ ചിന്തിക്കണത്. ഇത് ഇട്ടാലോ എന്നാ ചിന്തിക്കണത്. ഈ പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഏട്ടനത് പുറത്തേക്ക് പോകുമ്പോൾ ഞാനത് ഇടുന്നത് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. ഇട്ടാലോ ഈ പച്ച ഇടാം അല്ലേ, ഈ പച്ചയിടാം.
നന്നായിട്ടുണ്ടോ? ഇതിടാം. ഇതിൻ്റെ കൂടെ ഈ ബോട്ടം വിയർ ചെയ്യാം. ഇത് മതിയല്ലേ? ഇതിനെ ടോപ്പ് മാത്രമല്ലേ. അപ്പൊ ഇതിന്റെ ഒരു പല്ലാസം എടുക്കായിരുന്നു. പല്ലാസം ഒന്നും എടുത്തിട്ടില്ലടോ. അപ്പൊ അതാ ഇതിട ഇങ്ങനെ ഇടാം. ഇതിട്ടിട്ട് നമുക്കൊന്ന് പോവാം മെച്ചപ്പുറത്തേക്ക്. ഇത് അങ്ങനെ തന്നെ എടുത്തേക്കണം. ഇതൊന്നും ഞാൻ നോക്കണില്ല. ഇതിലൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണില്ല ഞാൻ. ഇത് മതി. ഇതൊക്കെ കണ്ടതാ നിങ്ങള്. ഇതൊക്കെ ഇട്ടതാ, ഒരുപാട് കാണിട്ടതാ. എടുത്തേക്ക്. ഇനി നമുക്ക് മുഖത്ത് ഒന്നുകൂടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അത് നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ആയിക്കോളും മുഖത്ത്. ഞാനേ തലമുടി വൈകിട്ടാണ് ഞാൻ കുളിക്കാറ്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താണെന്ന് അറിയോ, ഒരു ഫ്രഷ് ലുക്ക് കിട്ടില്ലല്ലോ. വൈകിട്ട് വന്നിട്ട് വീണ്ടും തല കുളിക്കും. അല്ലെങ്കിൽ ഈ ചൂട്ടത്ത് നമുക്ക് ശരിയാവില്ല. കുളി കഴിഞ്ഞ് വന്നിട്ട് ഇടുന്നതാ. ഞാൻ ബാത്റൂമില് സമയം വേണ്ടി. അപ്പൊ ഞാൻ എന്തൊക്കെ ഈ കാര്യം എടുത്തേട്ടോ. തൽക്കാലം ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. അല്ല സോറി, സൺസ്ക്രീൻ ഇടാം. ഞാൻ ഈ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ മേക്കപ്പൊന്നും വേണ്ട, എപ്പോൾ വേണമെങ്കിലും ഇടാം. ഇതൊരു ഫൗണ്ടേഷൻ്റെ പോലെ ഇങ്ങനെ കണ്ടോ, ഒരു ഫൗണ്ടേഷൻ്റെ പോലെ എനിക്ക് കിടന്നോളും. പിന്നെ കൺമിഷി അധികമൊന്നും കണ്ണിടണില്ല. എനിക്കിങ്ങനെ ഒരുപാട് കണ്ണ് ഇങ്ങനെ അല്ലാണ്ട് തന്നെ പരക്കും. ഇത് അല്ലാണ്ട് തന്നെ പറഞ്ഞോളും. അപ്പൊ പിന്നെ അധികമൊന്നും ആവശ്യമില്ല. കുറച്ച് ലിപ് ബാം തേക്കാം, എന്നിട്ട് ലിപ്സ്റ്റിക് ഇടും. ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ അടിക്കണ ഇതാണ്, സ്കിന്നാണ്. ഇതാണ് ഈ റെഡ്. സൂപ്പറായില്ലേ? സ്റ്റിക്ക് പൊട്ട് വല്ലപ്പോഴൊക്കെ വെക്കുള്ളൂ. കാരണം എനിക്ക് തലവേദന എടുക്കും ആ പൊട്ട് വെച്ചാല്. ഇപ്പൊ എങ്ങനെ ചുണ്ടടിയായോ? ഞാൻ കമ്മല് വേറെ ഇടാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഈ ചെറിയ കമ്മല് തന്നെ കിടന്നോട്ടെ. കമ്മല് റിങ് എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചു. ഒരു അയൺ ചെയ്യാനുണ്ട്, മറന്നുപോയി. അയൺ ചെയ്യാനുണ്ടോ? അയൺ ചെയ്യാനുണ്ടേ, മറന്നു. അയൺ ചെയ്തിട്ട് വരാം കേട്ടോ. ഇതൊക്കെ ഇങ്ങടെ അയൺ ചെയ്ത് വെച്ചു. ബോട്ട് അയൺ ചെയ്യണ്ട.
ബോട്ടൊന്നും അയൺ ചെയ്യണ്ട. എന്തിനിപ്പോ ബോട്ടം അയൺ ചെയ്യണം? ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാനായിട്ട് മറന്നുപോയി. ഇതാണ് നമ്മള് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, കുറുക്കഞ്ചേരി പൂയത്തിന് നമ്മള് ഉണ്ടാക്കിയതാണേ. നന്നായിട്ടുണ്ടോ? മേടിച്ചതാ, കുറുക്കഞ്ചേരി പൂയത്തിന് മേടിച്ചതാ. അത് കുപ്പിവെള്ള ഇത് മേടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാരും കണ്ടിട്ടുണ്ടോ? കാണട്ടോ. കുപ്പിവെള്ള ഇത് ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിട്ട ഡ്രസ്സുകള്. ഇഷ്ടമായോ? ഇതാണ് അതിന്റെ പാൻറ് ഇട്ടത്. അതെ, എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് ഔട്ടിങ്ങിനായിട്ട് പോവാണ്, ഒന്ന് കറങ്ങാനായിട്ട്. അപ്പൊ ഞാനും ഫ്രണ്ടും കൂടി ഒന്ന് കറങ്ങാനായിട്ട് പോവാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാനായിട്ട് പോവാറുണ്ട്. അപ്പൊ പോവാണ്. അപ്പൊ പോയിട്ട് ഞാൻ വേഗം വരാം. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അത് കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടാ. ഞാൻ പോയിട്ട് ടക്കേന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാൻ പോയിട്ട് ടക്കേന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് പോയ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ, ബൈ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. പോയിട്ട് വരാം, ഇപ്പൊ വരാം.